ചേട്ടനോട് ആ സ്റ്റോറി നറേറ്റ് ചെയ്തപ്പം ഹൗ വാസ് ഇറ്റ്? ചേട്ടൻ അതിന്റെ ഒരു മൂഡ് എങ്ങനെയാണ് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ? എനിക്ക് അങ്ങനെ നറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഭയങ്കര പരിപാടിയൊന്നും ഇല്ല ഇതില്. ഓക്കെ. ഒരു ക്യാരക്ടറാണ്. ചില മൊമെന്റ്സിലൊക്കെ നല്ല പരിപാടികൾ ഉള്ളൊരു ക്യാരക്ടറാണ്. ഈ കൂട്ടത്തിൽ ഇത്രയും ഭ്രാന്തന്മാരുണ്ടെങ്കിൽ കൂട്ടത്തിലൊരു ഭ്രാന്തനായിരിക്കുമല്ലോ. അത് ആ ഒരു വേൾഡിൽ എല്ലാവരും ഭ്രാന്ത് പിടിച്ചവരാ. അപ്പൊ ആ കൂട്ടത്തിലൊരു ഭ്രാന്തനാണ്. ഈ ഇതുവരെ കാണാത്ത കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള റോളായിരിക്കും ചേട്ടൻ്റെ ഇതിലും എന്ന് ചേട്ടൻ പറയുന്നത്. ദാറ്റ് മീൻസ് എങ്ങനെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ? ബബ്ബയിലോ? യെസ്. ആ പടമേ അങ്ങനെ ഒരു ഡിഫറെന്റ് പടമാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ലോജിക്കോ അല്ലെങ്കിൽ ആ പടത്തിൽ വേറെ എന്തെങ്കിലും അത്ഭുതങ്ങളോ ഒന്നുമല്ല. അതിങ്ങനെ ഒരു പ്യുവർ ഒരു എൻ്റർടൈനറാണ്. അതിനങ്ങനെ കണ്ട് നമ്മൾ ഇരിക്കണം. അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു വെടിക്കെട്ട് പടമാവും. അതങ്ങനെയാണ് അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പം ധനഞ്ജയും നൂറിനും ഫാഹിമും പിന്നെ ആ ഒരു ടീം അങ്ങനെയാണ്. ഭയങ്കര വൈബ് ടീമാണ്, കിടിലൻ ടീമാണ് അവർ. എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സ്പാർക്കാണ് ആ പടം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ദിലീപേട്ടനും കൂടെ എല്ലാം വേണോ? ഇതിപ്പോ